അപ്പൊ അതിനിടയ്ക്ക് ഈ കേസുഞ്ഞാണ് മൂലയന്മാര് പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരും പോടെ കാറും വണ്ടിയും സൗകര്യം കണ്ടില്ലേ, ഞങ്ങളെ വണ്ടിയിലന്മാർ നോക്കുകയാണ്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് അയിമെന്ന് മനസ്സിലാക്കാലോ ആരാ ദുന്യാവ് ആഗ്രഹിക്കുന്നവര്, ആരാ പരലോകം ആഗ്രഹിക്കുന്നവര്. അപ്പൊ അതിന് മറികടക്കാൻ വേണ്ടി ആ രൂപത്തിൽ ഇല്ലാത്തവനെ വിമർശിക്കുകയും ഉള്ളവരെ ഈ രൂപത്തില് ഇത് അല്ലാഹ് റിസ്കാണ്, അല്ലാഹ് കണക്കില്ലാതെ കൊടുത്തതാണ്, അസൂയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് അതിനെ ഒരു കലാമത്തായി റബ്ബിന്റെ ഔദാര്യമായി അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ശിങ്കിടിമാരുണ്ടാക്കിയെടുക്കാൻ അയാൾ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ രൂപത്തില് അവർക്ക് ഈ വക ഭൗതിക താല്പര്യങ്ങൾ ഇല്ല എന്ന് അവർ പോലീസായി പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കുന്ന ആ ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്തു? പിന്നെ കണ്ടങ്ങള് കാളമ്പാടി മഹമൂദിയാർക്ക് കാറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് മൂപ്പര് സമ്മതിച്ചില്ല. കാറ് ഷോക്കേസിലൊക്കെ ഉള്ളല്ലോ, ആർക്കാ കാറ് മൊബൈലൊക്കെ ആർക്കാ? അത് ആവശ്യമുള്ളവർക്കല്ലേ. അല്ല, കാറ് വാങ്ങിയാല് എണ്ണ വാരേണ്ടി വരൂലേ? എണ്ണ വാരിയത് എടുക്കി ഓടണ്ടെങ്കിലല്ലേ എണ്ണ വാരുക. ഒരു ഓട്ടം ഇല്ലാത്ത ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കണ മുക്കരിക്കാക്ക് എന്തിനാ കാറ്? ഒരു ദർസ് എടുത്തണ മൂല്യാൽ ആ ദർസ് പെരീന്ന് വിട്ടാ ദർസിൽ, ദർസിന്ന് വിട്ടാ പെരീൽ, ഇങ്ങനത്തെ ആക്ക് എന്തിനാ കാറ്? ആവശ്യമുള്ളവർക്കാണ്. ഇപ്പം എല്ലാവർക്കും ഗെയിം കളിക്കാൻ മൊബൈൽ വേണം, ഗെയിം കളിക്കാൻ വേറെ എന്തെങ്കിലും വാങ്ങിയാ പോരെ. ആവശ്യമുള്ള മൊബൈൽ വാങ്ങിക്കോട്ടെ. എന്നാ മൊബൈൽ വാങ്ങാൻ ആവശ്യമില്ലാത്ത മൊബൈൽ ആവശ്യത്തിന് വാങ്ങിയവനെ കളിയാക്കാൻ നിൽക്കണോ? ഇപ്പൊ എന്റെ നാട്ടില് തേങ്ങ പറിക്കുന്ന ചങ്ങായിണ്ട്, അറുമുഖം. ഞങ്ങൾ കുഞ്ഞാണിന്നാ വിളിക്കാം, മലപ്പുറത്ത് അങ്ങനെ ഗുണമുണ്ട്. എല്ലാവർക്കും ഒരു ഓമന പേരുണ്ടോ, മാനുപ്പാന്ന്. ദേശം ആരും വിളിക്കല് മാനുപ്പാന്ന്, അവന്റെ പേരാതായോണ്ടാണ്. അത് മലപ്പുറത്തുള്ള പ്രത്യേകത. ഈ അറുമുഖം തേങ്ങ പറിക്കണ അറുമുഖന കുഞ്ഞാണിന്ന് ഞങ്ങളൊക്കെ വിളിക്കാം. ഞാൻ കുറെ ദിവസമായി എന്റെ തേങ്ങ പറിക്കാം കുഞ്ഞാനെ തെരഞ്ഞെടുക്കുന്നു, കണ്ടുപിടിക്കണില്ല. എന്റെ തിരക്കും അവന്റെ തിരക്കും ഒക്കണില്ല. അപ്പൊ ഇതിലടുക്കും ഒരു ദിവസം ഞാൻ അന്വേഷിപ്പ കടക്കാരൻ പറഞ്ഞു, അതിനെന്താ ഞങ്ങൾ തെരഞ്ഞെടുക്കുക, നമ്പറിൽ വിളിച്ചാ പോരെ. കുഞ്ഞാണിക്ക് നമ്പർ ചോദിച്ചു. ഓ മൊബൈൽ വാങ്ങിനല്ലോ ഞാൻ തെറ്റാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ എന്റെ പരിപെട്ട നമ്പർ 9899 ആ നമ്പർ ഇങ്ങനെ അടിച്ചപ്പോ ഹലോ മൂജരാപ്പളയാ, ഞാൻ ആചാരാപ്പള തെങ്ങുമലാണ്. ആചാരാപ്പന്റെ തെങ്ങുമലാണ്. അപ്പൊ എനിക്ക് തോന്നി ഇവന് തരാൻ ആവശ്യക്കാൻ ഇവൻ എപ്പോഴും റേഞ്ച് കിട്ടും. അതെഴുതിയാണ്ട് ഒരാവശ്യമില്ലാത്ത ഗെയിം കളിക്കാൻ മാത്രം മൊബൈൽ വാങ്ങേണ്ട ആവശ്യമില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കാർ ആവശ്യമാണ്. അത് നിങ്ങൾ നോക്കൂ, ആ ഓട്ടത്തിനനുസരിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ മായനാട് മീൻ വിൽക്കുന്ന ഒരു ചങ്ങായിക്ക് ഓന് MIT മാത്രം പോരെ? എന്തിനാ ഓന് പിക്കപ്പ് ആവശ്യമില്ല? ഓന് ഇവിടെ മാത്രം മീൻ വിൽക്കുകയാണ്. ഓൻ പിന്നെ പുരോഗമിച്ചു കോഴിക്കോട് ടൗണിൽ നിന്ന് മീൻ കൊണ്ടുവരാൻ തുടങ്ങി. MIT പോരാ, ഓനെ ഒരു നായ്ക്കുറുക്കമാണ്. നായ്ക്കുറുക്കം മനസ്സിലായെങ്കിൽ ഓപ്പ പിന്നെയും വികസിച്ച് ഇവിടുന്ന് മീൻ വടകർക്ക് കൊണ്ടാൻ തുടങ്ങി. എന്നാ ഓന് നായ്ക്കുറുക്കം പോരാ, ഓന് പിക്കപ്പ് വേണം. ആവശ്യത്തിനനുസരിച്ചാ. അപ്പൊ ഒരു മീൻ കച്ചവടക്കാരൻ പിക്കപ്പ് വാങ്ങി, ഒരു മീൻ കച്ചവടക്കാരൻ നായ്ക്കുറുക്കം വാങ്ങി, ഒരു മീൻ കച്ചവടക്കാരൻ MIT വാങ്ങി. അതിന് MITന്റെ ആവശ്യമുള്ള എന്തിനാ പിക്കപ്പുകാരനെ കുറ്റം പറയുന്നു? എല്ലാ പ്രവാചകന്മാരും ബുറാക്കിൽ യാത്ര ചെയ്തണോ? ഇല്ല. എന്തേ? ഓലെ നാട് വിട്ട് വല്ലാതെ എവിടെയും പോയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ബുറാക്ക് പോയി. അത് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ 7 ആകാശം കയറി രാവിലെ ആകുമ്പോൾ എത്തണം. അതിന് ബുറാക്കേ പറ്റുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ ആലോചിക്കും, ഞാനും അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹത്തോടൊപ്പം 2 പൊതുയോഗത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. അതെ, മിനിയാന്ന് രാത്രി. അതിന് തലേ രാത്രി അദ്ദേഹത്തോടൊപ്പം ഞാൻ 3 പൊതുയോഗത്തെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് ഇടയ്ക്ക് രാത്രി ഞങ്ങൾ 2 മണിക്ക് പിരിഞ്ഞ് രാവിലെ 11 മണിക്ക് എനിക്ക് മൂപ്പരെ കിട്ടാൻ ആവശ്യമുണ്ടായിട്ട് ഞാൻ മൊബൈലിൽ വിളിക്കാം. എവിടെയാ? ഞാൻ മർക്കസിൽ ഇപ്പോൾ വന്നാലോ? മർക്കസിക്കോ? ഞാൻ ഇപ്പൊ ഡൽഹിയിലല്ലേ. സുബ്ഹാനല്ലാഹ്, ഡൽഹി പോയോ? ആ വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ഡൽഹിയിൽ നിന്ന് വന്നോന്ന് അറിയാൻ വേണ്ടി ഉസ്താദ് എപ്പോഴാ വരിക? എപ്പോഴാ പേര്? ഞാൻ ഇപ്പൊ തൃശ്ശൂരല്ലേ. ഇങ്ങനത്തെ മനുഷ്യന് MIT പോരാ. അതിന് കാളമ്പാടി മഹമൂദിയാർക്ക് കാറ് വേണ്ട, ഞങ്ങളെന്താ വേണ്ട? പേര് ആകെപ്പം മായനാട് പൊതുവാൻ വെച്ചിട്ട് കാളമ്പാടി മഹമൂദിയാർക്ക് കാറില്ല. അതിന് എന്തിനാ ആ സാധൂര് കാറ്? ഇത് ആവശ്യമുള്ളവർക്കല്ലേ. അപ്പൊ ഞാൻ എന്റെ 15 പ്രസംഗത്തേക്ക് വരുന്നുണ്ടല്ലേ, അത് മോശമാണ്, നിർത്തിയാണ്ട്. ഞാൻ അങ്ങനെ കരുതി വന്നതല്ല. ഞാൻ ആ കാസറ്റ് കേട്ടിട്ട് പുച്ഛിച്ച് തള്ളിയതാണ്. അത് എന്തോ ഘട്ടകാലം ഒരു വാക്ക് വന്നു പോയതാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ സമയം കളയണ്ട. ഒരാളെ പൊതുയോഗം വിളിച്ചിട്ട് കാളമ്പാടി മഹമൂദിയാർ ആരാ? ഈ നാട്ടിൽ മായനാട്ടുകാർ അറിയോ?
ആരാ കാളമ്പാടി മൊഴിയത് ഈ മാനാട്ടുകാർക്ക്? അപ്പൊ കണ്ടോ, EK സമസ്തന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പറ്റിയാ പറയണത്. സ്റ്റേറ്റ് പ്രസിഡന്റ് കാളമ്പാടി മഹമൂദിനെ പറ്റിയാ പറയണത്. അയാൾക്ക് MIT മതി. മറ്റവർക്ക് ഓർക്ക് ഡൽഹിയും ബോംബെയിലും അവിടെ പല തെരുവിലൊക്കെ പോകേണ്ടതാണ്. അതുകൊണ്ട് ഓർക്ക് MIT പോരാ. അപ്പൊ ഈ രൂപത്തില് അവനാണ് ഈ രൂപത്തിൽ പലിശയും അല്ലാതെയുമൊക്കെയായി പണമുണ്ടാക്കിയിട്ട് സമുദായത്തെ ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുകയും ആ വഴിക്ക് പോകാതെ ഭൗതിക താല്പര്യങ്ങളില്ലാതെ പോകുന്നവനെ കളിയാക്കുകയും ചെയ്യുന്ന രീതികൾ. എന്നിട്ട് നമ്മളെ പറ്റാവും കണ്ടോ, എത്ര അലിമീങ്ങളെ തള്ളി, എത്ര മൂലയന്മാരെ തള്ളി. ഇതൊക്കെ പ്രസംഗിക്കാൻ മൂലയന്മാർക്ക് എന്താ താല്പര്യം? പാണക്കാട് തങ്ങളോടൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോ പാണക്കാട് തങ്ങൾ ഭയങ്കര കാര്യപ്പെട്ട ആളാ. തോന്നിപ്പോവും കാന്തപുരം മൂലയിൽ മരിച്ചാല് അടുത്ത പ്രസിഡന്റായിട്ട് പാണക്കാട് തങ്ങൾ ആക്കി പോകുമെന്ന് തോന്നിപ്പോവും പറച്ചിലേട്ടാല്. പക്ഷെ അതും അവസരം വരുമ്പോൾ അവിടെയും തിരിഞ്ഞുകുത്തുന്ന ഏർപ്പാടല്ലേ യഥാർത്ഥത്തിൽ ഇവർ കണ്ടുവരുന്നത്. ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതൊന്നും ആത്മാർത്ഥമായിട്ടല്ല. ഇവരെ ആയത്തോതുന്നതോ ഹദീസ് പറയുന്നതോ ഇബാദത്ത് വായിക്കുന്നതോ അല്ലെങ്കിൽ ആലിമീങ്ങളെ ഉദ്ധരിക്കുന്നതോ നേതാക്കന്മാരെ പറയുന്നതോ ഒന്നും ആത്മാർത്ഥമായിട്ടല്ല. എല്ലാം തങ്ങളുടെ താൽക്കാലികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. എന്തിനേറെ ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിമുണ്ടല്ലോ, വഹാബ് സക്കാഫി മമ്പാട്ടുകാരൻ. അയാൾ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്, ചില സ്ഥലത്തും പിന്നെ പോയില്ല എന്ന് പറഞ്ഞിട്ടു. SFI ചോദിച്ചു നോക്കുക, വദായിക്ക് പിന്നെ പോയി നോന്ന് മൂപ്പരിക്ക് അറിയാം, SFIക്കും അറിയാം. അപ്പൊ ഏതായിരുന്നാലും ആ വഹാബ് സക്കാഫി അയാൾ തന്നെ മറ്റു ചില വേദികളിൽ ഇവിടെ അടക്കമുള്ള പല സ്ഥലത്തും അദ്ദേഹം പുകഴ്ത്തുന്ന അല്ലെങ്കിൽ തങ്ങളെ എതിരില്ലാന്ന് വെച്ചു തീർക്കാൻ ശ്രമിക്കുന്ന പാണക്കാട്ട് തങ്ങളെ അടക്കം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം വഹാബ് സക്കാഫിനെ കാണലുമായി ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കലുമായി ശ്രദ്ധിക്കട്ടോ. കൊള്ളുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയാ. ഇത് കണ്ടങ്ങള് നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ചെല്ല ഷിയാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞിട്ടിക്കണിങ്ങള് കണ്ടങ്ങള് തങ്ങൾ പാപ്പാന്റെ കൈ പത്മജ താത്താന്റെ കയ്യുമേ. ആ റസൂലുള്ളാന്റെ ബൈഅത്തെ ഇങ്ങനെയായിരുന്നു അല്ലേ? കണ്ടങ്ങള് തൊട്ടില്ല. അങ്ങനെ നമ്മൾ പറയണ്ട. ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ല, അതേ സമയത്ത് പറയിപ്പിക്കരുത്. അപ്പൊ കണ്ടോ, ഇത് പറയാൻ താല്പര്യം എന്താ നേടി വന്നു. ഏൽപ്പിക്കാരെ വേദിക്ക് തങ്ങന്മാരും മറ്റൊരു പേരുണ്ടോ നോക്കുകയാണ് മറ്റൊരിക്കൽ വേണ്ടി. അപ്പൊ അതാണ് പ്രശ്നം. അല്ലാതെ കൈ പോണതോ കാല് പോണതോ അല്ല, അതിനപ്പുറം പുറത്ത് പോണതല്ലേ. അപ്പൊ ആ പോക്കല്ല എനിക്ക് പ്രശ്നം, ഇവർക്ക് പ്രശ്നം. നേരെ മറിച്ച് അടിക്കാൻ വടി കിട്ടിയപ്പോ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ ശരി നമ്മൾ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ രൂപത്തിൽ അവസരത്തിനൊത്ത് എന്തും പറയാവുന്ന നിലവാരത്തിലേക്ക് അതൊക്കെ വ്യാഖ്യാനിക്കാൻ ന്യായീകരിച്ചൊപ്പിക്കാൻ പറ്റാവുന്ന അനുയായി വർണ്ണത്തെ കൂടി ഉണ്ടാക്കിയെടുക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് കൂടുതൽ ഏറ്റവും തെളിവാണ് ഈ വക മുസ്ലിയാക്കന്മാരൊക്കെ. എന്തിനേയും ഏതിനേയും അവസരത്തിനൊത്ത് ഉപയോഗപ്പെടുത്തി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവർ എന്നും മുൻപന്തിയിലാണ്. അത് എവിടെ നമുക്ക് മാന്താൻ പറ്റുക, എവിടെ ചോര കിട്ടുക, ചീരമുണ്ടോ നോക്കാതെ ചീരമുള്ളിടത്തും ചോരയുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഈ വക സഖാഫി കുട്ടികള് അതിന് പറ്റിയ ശൈഖുനയും ഇതാണ് സാധനം. ഏതെല്ലാം പറഞ്ഞു. ഈ കേസ് ഞാൻ 2 മുമ്പ് സമ്മേളനം വെച്ചു. മറ്റൊരു സമ്മേളനം വെക്കാൻ